ഈ ഒരു പേൾ വെച്ചിട്ടുള്ള സ്ക്രഞ്ചീസ് നമ്മൾ ഗ്രൂപ്പിലിട്ടപ്പോൾ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് ഇതുണ്ടാക്കി കാണിക്കും. അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഓർഡറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നമ്മൾ അധികം വൈകാതെ തന്നെ ഈ ഒരു വീഡിയോസ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പേൾ വെച്ചിട്ടുള്ള സ്ക്രഞ്ചീസ്. അപ്പോൾ അത് നമ്മൾ ഇട്ട പാടെ നമുക്ക് ഓർഡറും കിട്ടി. അതുപോലെ തന്നെ അത് ഉണ്ടാക്കേണ്ട വീഡിയോസും ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നീളം ഒരു 18 അളവ്, നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള നീളം എന്ന് പറയുന്നത് ഒരു 18ഉം വീതി എന്ന് പറയുന്നത് ഒരു 5ഉമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അതിലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. ചിലർ ചോദിക്കും ഇത് ഭയങ്കര പണിയില്ലേ ആ ബീഡ്സൊക്കെ വെക്കാൻ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് യാതൊരു പണിയും കാര്യങ്ങളും ഇല്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു അളവിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചീത്ത വശം ഇതേപോലെ വെച്ചിട്ട് അടിച്ചതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും നമ്മൾ അവിടുന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വേണ്ടത്. ഇലാസ്റ്റിക്കിൻ്റെ അളവ് നമുക്കൊരു 6 മതിട്ടാ. ഇനി നമുക്ക് ഇലാസ്റ്റിക് വേണ്ടത് 6 അളവിലാണ് നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 അളവിൽ ഒരു ഇലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് നമ്മുടെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ആ വെട്ടിയെടുത്തിട്ടുള്ള ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ആ ഇലാസ്റ്റിക് നമ്മളിതിങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം വീഡിയോസ് നന്നായി ശ്രദ്ധിച്ചാലാണ് ഇത് മനസ്സിലാവുള്ളൂ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും മടക്കി കൊടുത്തിട്ട് അവിടെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ട, കെട്ടിട്ടിട്ട് 2 വട്ടമായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. കാരണം ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൊള്ളുകയും വേണം. അപ്പോൾ അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറയണത്. അപ്പോൾ ഞാനവിടെ 2 വട്ടം അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലാണ് അതവിടെ ടൈറ്റായിട്ട് കിടക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മുടിയുടെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ വലിച്ചാൽ പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ അങ്ങനെ അടിച്ച് അതേപോലെ തന്നെ ആ ഇലാസ്റ്റിക് നമ്മൾ ഇവിടെ ഈ വശത്തേക്കും ഇതേപോലെ കൊടുന്നിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അങ്ങോട്ടും മടക്കുക ഇങ്ങോട്ടും മടക്കുക, എന്നിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഈ ഒരു ഇത് മാത്രമാണ് നമുക്കൊരു പണിയായിട്ട് തോന്നുന്നുള്ളൂ. അപ്പോൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ആദ്യം തുണി മടക്കിയതിന് ശേഷം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ഇലാസ്റ്റിക് വെച്ച് കൊടുത്തതിന് ശേഷം അപ്പുറം ഇപ്പുറം ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയാണ് പണി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും വലിയ പണിയാണല്ലോ എന്ന്. നമുക്ക് ചെയ്ത് വരുമ്പോൾ ഇത്ര ഉള്ളൂ പണിയെന്ന് നമുക്ക് തന്നെ സ്വയം തോന്നും. അപ്പോൾ നമ്മൾ 2 ഭാഗവും അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ട, ഇനി നമ്മളവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ തുണിയുടെ നല്ല വശം നമ്മൾ പുറത്തേക്ക് എടുക്കണം. കാരണം നമ്മൾ ചീത്ത വശം മടക്കി വെച്ചിട്ടാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റിച്ച് ചെയ്ത ആ ചെറിയ ഒരു ഗ്യാപ്പ് വിട്ട ഭാഗത്തിൽ കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാം, തുണിയുടെ നല്ല വശം ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ. കുറച്ചൊരു പണിയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ആയിട്ട് വരാൻ. ഇപ്പോൾ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഭാഗവും നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് വലിച്ചെടുക്കണം. അപ്പോൾ 2 ഭാഗവും നമ്മൾ നല്ല വശം മറിച്ച് എടുത്തിട്ടുണ്ട്. കണ്ട, അപ്പം ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇനിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സൂചിയും നൂലും. നമ്മളിനി ബീഡ്സ് ഇട്ട് കൊടുക്കണമല്ലോ.
അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സൂചിയും നൂലും അതുപോലെ തന്നെ ഏത് ബീഡ്സാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ ആ ഒരു ബീഡ്സും നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും വലിപ്പമുള്ള ബീഡ്സാണുള്ളത്. ഇതിനേക്കാൾ വലിപ്പമുള്ള ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഇടയിൽ ഒരു ഗോൾഡിൻ്റെ ബീഡ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബീഡ്സാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബീഡ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി സൂചി നൂലും എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു വശം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ഒരുപാട് പേര് പുറത്ത് കൂടെ തയ്ച്ചാൽ കാണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ ഉള്ളിൽ കൂടെ നമ്മൾ ആദ്യം സൂചി കൊണ്ട് കുത്തി കൊടുക്കുക, എന്നാണ് അങ്ങോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, 6 ബീഡ്സാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. അപ്പോൾ 6 എണ്ണം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര എണ്ണമാണോ നിങ്ങളുടെ ഐഡിയയിൽ തോന്നുന്നതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടെടുക്കുക. 6 എണ്ണം ഇട്ടെടുക്കണവരുണ്ട്, 5 എണ്ണം ഇട്ടെടുക്കണവരുണ്ട്, 3 എണ്ണം ഇട്ടെടുക്കണവരുണ്ട്, 1 ആയിട്ട് ഇട്ടെടുക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു 6 ബീഡ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉണ്ട് 6 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇനി അവിടുന്ന് ഇതേപോലെ തന്നെ ഉള്ളിൽ കൂടെ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തുന്നിയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഒട്ടും അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പല കളേഴ്സ് തുണികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബീഡ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, ഇലാസ്റ്റിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ കിറ്റ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിറ്റിൻ്റെ വീഡിയോസ് അടുത്ത പ്രാവശ്യം തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്കറിയാം. അപ്പോൾ നിങ്ങൾ കമൻ്റ് അറിയിക്കുക. എല്ലാവരും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വീഡിയോസിനുള്ള റിപ്ലൈ കമൻ്റായിട്ട് പറയുക. ചില വീഡിയോസിൽ തീരെ കമൻ്റ് ഇല്ല. നമ്മൾ ഗിവ് അവേ ഒക്കെ നോക്കുമ്പോൾ കമൻ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഗിവ് അവേ ഒക്കെ വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോസിൽ എന്താണ് പറയണത് അതിനനുസരിച്ചിട്ടുള്ള കമൻറ്റ് കാര്യങ്ങളും വീഡിയോസിലിടുക. അപ്പോൾ ഇത്രയാണ് പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും ഉള്ളതും അതുപോലെ തന്നെ റെഡിലുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെന്നുള്ളവരും അതുപോലെ തന്നെ കിറ്റ് വേണമെന്നുള്ളവരും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ കിറ്റായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടാം. അപ്പോൾ എന്തായാലും ചുരിദാറിൻ്റെ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പിൻ്റെ വീഡിയോയും നൈറ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഒക്കെ വരാണ്ട് നമുക്കൊരു കസ്റ്റമർക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ നമ്മുടെ വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൈലറിങ് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ബായ്.